ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ പ്രിയരെ, ഈ നോമ്പ് നാളുകളിൽ നാം ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അഹങ്കാരം വെടിയുക എന്നുള്ളതാണ്. അഹങ്കാരത്തെ കുറിക്കുന്ന ഇംഗ്ലീഷ് പദമാണ് പ്രൗഡ്. ദൈവത്തെ മനസ്സിൽ നിന്നും പുറത്താക്കി സ്വയം പ്രശംസിക്കുന്ന അവസ്ഥയാണ് അഹങ്കാരം. ഇത് മറ്റുള്ളവരെ അവഗണിക്കാനും മറ്റുള്ളവരുടെ തെറ്റുമാത്രം പറയാനും പ്രേരിപ്പിക്കുന്നു. ഒരുവൻ്റെ ഉള്ളിൽ എന്തുമാത്രം അഹങ്കാരമുണ്ട് എന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല. വിശുദ്ധ വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നു. സദൃശ്യവാക്യം 29-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയം ഉള്ളവനോ മാനം ലഭിക്കും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്നിറക്കി താണവരെ ഉയർത്തുന്ന ദൈവം. പത്രോസ് ശ്ലീഹായും അതുതന്നെ പറയുന്നു. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. ചില മനുഷ്യരിൽ നിലനിൽക്കുന്ന ചില അഹങ്കാരങ്ങളെക്കുറിച്ച് ഞാൻ സന്ദർഭോചിതമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ അഹങ്കാരം എന്ന് പറയുന്നത് ആത്മീയ അഹങ്കാരമാണ്. പരീശന്മാരുടെ ഭക്തിയെപ്പറ്റി യേശു പറയുന്നത് ആത്മീയ അഹങ്കാരം എന്നാണ്. മറ്റുള്ളവരിൽ കുറ്റം കാണുകയും സ്വയം നീതിമാന്മാരായി തങ്ങളെ തന്നെ സമർത്ഥിക്കുന്ന അനുഭവം. മറ്റുള്ളവരെല്ലാം പാപികളാണെന്നും മറ്റുള്ളവരുടെ ഭക്തി മോശമാണെന്നും തങ്ങൾ മാത്രമാണ് നീതിമാന്മാരാണെന്നും തങ്ങളുടെ ഭക്തി മാത്രമാണ് ദൈവത്തെ കാണാൻ ഉതകുന്ന ഭക്തിയെന്നും സ്വയം ആത്മശോധന ചെയ്യാതെയുള്ള അഹങ്കാരത്തിൻ്റെ ഭക്തി. അതിന് വേദപുസ്തകത്തിൽ ഉപോത്ബലകമായ ഒരു വാക്കാണ് സൂചിപ്പിച്ചിരിക്കുന്നത്: കപടഭക്തി. ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ആത്മീയ അഹങ്കാരമുള്ളവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ ജനത്തോട് ശാഠ്യത്തോടെ സംസാരിക്കുകയും അഹങ്കാരത്തോടെ സംസാരിക്കുകയും ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും, നിങ്ങളുടെ കുടുംബം നാശമായി പോകും, നിങ്ങളുടെ കുടുംബം മുടിഞ്ഞു പോകും എന്നൊക്കെയും വളരെ ആത്മീയ അഹങ്കാര ഭാവത്തോടുകൂടെ സംസാരിക്കുന്ന ഒരുപാട് ആത്മീയന്മാരെ ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ ആത്മീയ അഹങ്കാരം നിറഞ്ഞ വാചകങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയകളിലും സുലഭമാണ്. ദൈവത്തിന് സ്ഥാനം കൊടുക്കാതെയുള്ള വാക്കുകളെല്ലാം ആത്മീയ അഹങ്കാരമാണ്. ഒരിക്കൽ ഉസിയാവ് ധൂപം കാണിക്കുവാനായിട്ട് ധൂപപീഠത്തിലേക്ക് പോവുകയാണ്. ഈ ഉസിയാവിൻ്റെ ജീവിതം സംബന്ധിച്ചിടത്തോളം ഒരുപാട് വളർന്ന വ്യക്തിത്വമാണ്, പ്രബലനായ അറിയപ്പെട്ട വ്യക്തിത്വമാണ്. പക്ഷേ ഈ ഉസിയാവ് ധൂപം കാണിക്കുവാനായിട്ട് അല്ലെങ്കിൽ അന്യ ആരാധന കാണിക്കുവാനായിട്ട് ധൂപപീഠത്തിലേക്ക് പോകുമ്പോൾ ഈ 80 പുരോഹിതന്മാർ ഒരുമിച്ച് പറഞ്ഞു: ഉസിയാവേ, നീ ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി, ദൈവാലയത്തിൽ നിന്നോ പുറത്തായി, പിന്നീടൊരിക്കലും ദൈവാലയത്തിൽ കയറുവാൻ പറ്റിയില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമാകുന്ന മനസ്സിൽ കട്ട പിടിച്ചിരിക്കുന്ന അഹങ്കാരത്തെ എടുത്തു കളയുവാൻ നമുക്ക് കഴിയണം. ആത്മീയ അഹങ്കാരം ജീവിതത്തിൽ അത് നന്നല്ല. അത് വെടിയുന്ന ഒരുവന് മാത്രമാണ് ജീവിതത്തിൽ ഉയരുവാനും വളരുവാനും കഴിയുന്നത്. തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ദൈവമേ, ഞാനൊന്നുമല്ല. ദാവീദ് ദൈവസന്നിധിയിൽ ഇരുന്ന് പറയുകയാണ്: കർത്താവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ഒന്നുമല്ല. അടിയൻ എന്തുള്ളൂ, അടിയൻ്റെ ഗൃഹം എന്തുള്ളൂ എന്നാണ് ഭക്തനായ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ശലോമോനും ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കൈമലർത്തി പ്രാർത്ഥിക്കുകയാണ്: നീ എന്നെ ഇത്രത്തോളമൊക്കെ അനുഗ്രഹിക്കുവാൻ ഞാൻ എന്തുള്ളൂ. ഒരു ആത്മീയൻ എന്ന നിലയിൽ സ്വയം താഴാനും വിനയപ്പെടാനും സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നവനാണ് ക്രിസ്തുവിൻ്റെ ആത്മീയ ദർശനങ്ങളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയുന്നത്. എണ്ണമില്ലാതുള്ള നന്മകൾ എന്നിൽ ചൊരിഞ്ഞ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി, സ്തോത്രമല്ലാതൊന്നുമില്ലപ്പ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി. ഇങ്ങനെ ഒരു സമർപ്പണ ഗീതം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രതിദിനം നമുക്ക് നാവുകൊണ്ട് ഏറ്റവും വിനയമായിട്ട് നമുക്ക് പാടുവാനായിട്ട് കഴിയണം. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും നിർമ്മിക്കപ്പെട്ടവരാണ്. നമ്മിൽ ശത്രുവിൻ്റെ ദോഷമാർന്നതൊന്നും കുടികൊള്ളുവാൻ പാടില്ല.
ആത്മീയ മേഖലയുടെ ഒരു നിജസ്ഥിതിയാണ്. അല്പം കഴിവുണ്ടെങ്കിൽ, വാക്ചാതുര്യമുണ്ടെങ്കിൽ, അല്പം ഏബിളാണ് എങ്കിൽ മറ്റുള്ളവനെല്ലാം മോശക്കാരനാണ്, ഞാൻ സമർത്ഥനാണ് എന്ന് സ്വയം വിധി എഴുതുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്ത് സ്കില്ലുകൾ ഉണ്ടായാലും ദൈവമേ ഇതെല്ലാം നീ തന്ന കൃപയാണ്, നീ തന്ന ദാനമാണ്, നിന്റെ കൃപയൊന്നു മാത്രമാണ്, ഞാൻ നിന്റെ കൃപയാൽ നിലനിൽക്കുന്നുവെന്ന് നമുക്ക് ദൈവസമക്ഷം പറഞ്ഞ് സറണ്ടറായി ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് അഹങ്കാരം നമുക്ക് നന്നല്ല. ആത്മീയതയിൽ തിളങ്ങി നിൽക്കുന്നവനായാലും ദൈവഹിതപ്രകാരം ഒരു ദൈവപൈതലായി ജീവിക്കുന്നവനായാലും ഈ ഒരു ബോധ്യം വളർത്തിയെടുക്കുന്നത് ജീവിതത്തിൽ നന്നാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് വ്യക്തിപരമായ അഹങ്കാരമാണ്. പേഴ്സണൽ പ്രൗഡ്. വ്യക്തിപരമായ അഹങ്കാരം വരുമ്പോൾ മുൻപിലുള്ളതിനെ തകർത്ത് എതിർക്കുന്നവരെ ചവിട്ടി മെതിച്ച് എല്ലാവരെയും മുട്ടുകുത്തിക്കുമ്പോഴും ജയിച്ചുവെന്ന് സ്വയം പറയുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ട് പരാജയപ്പെടാൻ ഒരു നിമിഷം മാത്രം മതി എന്ന് ഓർക്കുന്നില്ല. ഇന്ന് മനുഷ്യനതൊന്നു ആ ഒരു ചിന്ത ഉണർന്നാൽ, ഞാൻ എല്ലാം ഈ ഭൂമിയിൽ ചെയ്യുമ്പോഴും എല്ലാം നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി എന്ന് മാത്രം ഒന്ന് ഓർത്താൽ അഹങ്കാരം അല്പമൊന്ന് കുറയും. ഞാനെന്ന ഭാവം അല്പമൊന്ന് കുറയും. മടങ്ങാത്ത മുട്ടുകളെ നമുക്ക് മടക്കാൻ കഴിയും. അഹങ്കാരത്തിൻ്റെ പ്രധാന ലക്ഷണം വീരവാദം മുഴക്കലും വിമർശനവും കോപവും ക്ഷമിക്കുവാൻ കഴിയാത്തതുമാണ്. അല്പം വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ, ധനമുണ്ടെങ്കിൽ, നല്ലൊരു ഭവനമുണ്ടെങ്കിൽ, നല്ല വാഹനമുണ്ടെങ്കിൽ, സുഖസൗകര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എന്തുണ്ട് എന്ന് പറഞ്ഞാലും എല്ലാം തകർന്നു പോകാൻ ഒരു നിമിഷം മതി. ഈ കഴിഞ്ഞ വർഷത്തിലെ മുണ്ടക്കൈ ചൂരൽമല വെള്ളപ്പൊക്കമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വലിയ വലിയ വീടുകൾ ഉള്ളവരുണ്ടായിരുന്നു, സൗകര്യങ്ങൾ ഉള്ളവരുണ്ടായിരുന്നു, സമ്പത്തുള്ളവരുണ്ടായിരുന്നു, സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉള്ളവരുണ്ടായിരുന്നു. നിമിഷം കൊണ്ട് എല്ലാം ഒലിച്ചുപോയ അനുഭവം നമ്മൾ കണ്ടില്ലേ? ഇന്ന് അവർ അനാഥരായി, എല്ലാം നഷ്ടപ്പെട്ടവരായി ഇരുകൈകളും സമൂഹത്തോട് നീട്ടി നിൽക്കുകയാണ്. നമുക്കും ഇതെല്ലാം സംഭവിക്കാം. നമ്മുടെ ജീവിതങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും ഏത് നിമിഷവും എന്തും ഏത് പൊടുന്നനെ നഷ്ടപ്പെടാം, അസ്തമിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഹേരോദ രാജാവ് രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് പ്രസംഗിക്കുകയാണ്. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. ജനം പുകഴ്ത്തിയപ്പോൾ ഹേരോദാവിൻ്റെ ഹൃദയത്തിൽ വലിയ അഹങ്കാരമുണ്ടായി. ഇതിൻ്റെ അവകാശി ദൈവമെന്ന് ചിന്തിച്ചില്ല. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ എടുക്കുന്നത് അപമാനമായി മാറും. നെബൂഖദ്നേസർ രാജാവ് അഹങ്കരിച്ചപ്പോൾ മൃഗത്തെ പോലെ കാട്ടിൽ കഴിഞ്ഞ് പുല്ല് തിന്നേണ്ടി വന്ന അനുഭവങ്ങളുണ്ട്. ബെൽഷസ്സർ രാജാവും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാത്ത വ്യക്തിയായിരുന്നു. മഹത്തുക്കളായ 100 പേർക്ക് വിരുന്ന് നൽകിയത് യെരുശലേം ദൈവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന പാത്രത്തിലായിരുന്നു. പാത്രത്തിൽ വീഞ്ഞു പകർന്ന് അശുദ്ധമാക്കിയപ്പോൾ രാജാവ് പെട്ടെന്നൊരു കാഴ്ച കണ്ടു. ചുവരിൽ ഒരു കൈപ്പത്തി ഏതാനും വാക്കുകൾ എഴുതി. രാജാവ് ഭയന്ന് വിറച്ചു. ദാനിയേൽ ഇതിൻ്റെ അർത്ഥം പറഞ്ഞുകൊടുത്തു. അങ്ങയുടെ അപ്പനുണ്ടായ അതേ അനുഭവം അങ്ങേക്കുമുണ്ടായി. അഹങ്കാരം അപകടമായി മാറി. ദൈവത്തിൻ്റെ തുലാസിൽ കുറവുള്ളവനായി ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നു. ഒരു ചിന്ത നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഹങ്കരിക്കുന്ന ഹൃദയം തുലാസിൽ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരായി കാണുമോ? ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് നെപ്പോളിയൻ്റെ ജീവിതമാണ്. ഇറ്റലിയിൽ വെച്ച് ഫ്രഞ്ച് സൈന്യത്തിൻ്റെ കമാൻഡറായി തൻ്റെ 26-ാമത്തെ വയസ്സിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് സ്ഥാനമേറ്റു. 35 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് 1804 അദ്ദേഹം ഫ്രാൻസിൽ ചക്രവർത്തിയായി. റോമിലെ പോപ്പുമായി അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നുവെങ്കിലും കിരീടധാരണ ചടങ്ങുകളിൽ പോപ്പ് ഫയസ് 6-ാമനെയും ക്ഷണിച്ചിരുന്നു. റോമൻ കത്തോലിക്ക സഭ ഫ്രാൻസിലെ ഔദ്യോഗിക സഭയായിരുന്നു. അതുകൊണ്ട് പോപ്പിനെ ക്ഷണിക്കുന്നത് ഒരു സാമാന്യ മര്യാദയാണ്. 1804 ഡിസംബർ 2-ാം തീയതി നേത്രോദാമിലെ കത്തീഡ്രലിൽ വെച്ചാണ് കിരീടധാരണം. പോപ്പ് പയസ് 6-ാമൻ കത്തീഡ്രലിലെ അൾത്താരയുടെ സമീപം ഇരിക്കുകയാണ്. പ്രമുഖരായ പല കർദിനാളന്മാർ പോപ്പിൻ്റെ അരികിൽ നിൽക്കുന്നുണ്ട്. ചക്രവർത്തിയാകാൻ പോകുന്ന നെപ്പോളിയൻ തൻ്റെ ഭാര്യ ജോസീഫിയൻ്റെ കൈപിടിച്ചുകൊണ്ട് നേരെ അൾത്താരയുടെ മുമ്പിലേക്ക് നടന്നു ചെന്നു. പോപ്പിൻ്റെ മുൻപിൽ മുട്ടുകുത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ജനസമൂഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അൾത്താരയിൽ നിന്ന് ചക്രവർത്തിയുടെ കിരീടമെടുത്ത്
അൾത്താരയ്ക്ക് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് തൻ്റെ തലയിൽ തനിയെ വച്ചു. അനന്തരം റാണിയുടെ കിരീടം കയ്യിലെടുത്ത് തൻ്റെ ഭാര്യ ജോസീഫിയൻ്റെ തലയിലും വച്ചുകൊടുത്തു. റോമൻ പോപ്പിനെ അവഗണിച്ചുകൊണ്ട് ഫ്രഞ്ച് ചക്രവർത്തിയുടെ കിരീടധാരണം നടന്നു. 1810 ഇംഗ്ലണ്ട്, പോർച്ചുഗൽ, ഓസ്ട്രിയ, പ്രഷ്യ, സ്വീഡൻ, റഷ്യ എന്നിവ ഒഴിച്ച് യൂറോപ്പിലെ മുഴുവൻ രാജ്യവും നെപ്പോളിയന്റെ ഭരണത്തിന് കീഴിലായി. ലോകത്തെ കിടുകിട വിറപ്പിച്ച നെപ്പോളിയൻ എന്ന പ്രതിഭാശാലി 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ നെൽസന്റെ മുൻപിൽ കീഴടങ്ങി. ആ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെന്റ് ഹെലീന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ നിരാശനായി ഏകനായി ഒരു പാറപ്പുറത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം വിലപിച്ചു, വാട്ട് ക്യാൻ ഐ ഡു ഓൺ എ ലിറ്റിൽ റോക്ക് അറ്റ് ദ വേൾഡ് എൻഡ്. 6 വർഷം കാട്ടിൽ കിടക്കുന്ന കഴുകനെ പോലെ കണ്ണീരിലും നെടുവീർപ്പിലും കഴിഞ്ഞ നെപ്പോളിയൻ 1821 മെയ് മാസം 5-ാം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അഹങ്കരിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ദൈവശിക്ഷയ്ക്ക് ഇതിൽ നല്ല ഉദാഹരണം ചരിത്രത്തിലില്ല. അതും കൊണ്ടും ചരിത്രം അവസാനിച്ചില്ല. അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിൽ നെപ്പോളിയന്റെ പേര് കല്ലറയിൽ എഴുതി വയ്ക്കാൻ ഫ്രഞ്ച് പട്ടാളക്കാർ അനുവാദം ചോദിച്ചു. പക്ഷേ ബ്രിട്ടീഷ് പട്ടാള ഉദ്യോഗസ്ഥൻ അതിന് അനുവാദം കൊടുത്തില്ല. കുറേ നാൾ കഴിഞ്ഞ് ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ഹാസ്യമായി നെപ്പോളിയന്റെ കല്ലറയിൽ എഴുതി വെച്ചു, ഹിയർ ലൈസ് എ മാൻ ഹൂ ഹാസ് നോ നെയിം. ഒരു മനുഷ്യൻ ഇവിടെ കിടപ്പുണ്ട്, അവന് പേരില്ല. എന്തൊരു വിരോധാഭാസം! നെപ്പോളിയൻ എന്ന പേര് കേട്ടാൽ രാജാക്കന്മാരും സിംഹാസനങ്ങളും കിടുകിട വിറച്ച ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് തനിക്ക് പേരില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫാൾ എന്ന വാക്യം എത്ര അർത്ഥവത്താണ്. അതുകൊണ്ട് വ്യക്തിപരമായ അഹങ്കാരം ഞാനും നിങ്ങളും ജീവിതത്തിൽ ഉപേക്ഷിക്കുക. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് സാമൂഹിക അഹങ്കാരം. പാപിയെ സ്നേഹിക്കുന്ന ദൈവം അഹങ്കാരികളെ വെറുക്കുന്നു. നീ കഴുകനെ പോലെ പറന്നുയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും താഴെ ഇറങ്ങുവാനും എല്ലാം തകർന്ന് തരിപ്പണമാകുവാനും ഒരു നിമിഷം മതി. എല്ലാം ഞാനും നിങ്ങളും ഒരു ദിവസം മരണമെന്ന കവാടത്തിൻ്റെ മുൻപിൽ ഉപേക്ഷിക്കേണ്ടതാണ്. രാജ്യം വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തിക്കും വെറും കൈയായി പോകേണ്ടി വന്നു. അഹങ്കാരം പാപമാണ്. ബാബേൽ ഗോപുര നിർമ്മാണത്തിൽ ദൈവം അവരുടെ ഭാഷ കലക്കിക്കളയുകയാണ്. എന്തുകൊണ്ടാണ്? ആ ഗോപുരം പണിയുമ്പോൾ തന്നെ അഹങ്കാരമുണ്ടാവുകയാണ്. ആകാശത്തോളം എത്തുന്ന ഗോപുരം ഒരു സാമൂഹിക അഹങ്കാരത്തിൻ്റെ പ്രതീകമായി മാറിയപ്പോൾ അത് പൂർത്തീകരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അഹങ്കരിച്ചു പോകുന്നവരുണ്ട്. ഞാൻ ചെയ്താൽ എല്ലാ പ്രവർത്തനങ്ങളും നന്നാവുകയുള്ളൂ, എന്നാൽ കൊണ്ട് എല്ലാം കഴിയുകയുള്ളൂ എന്ന് സമൂഹത്തിൽ പ്രവർത്തന നിരതരായിരിക്കുന്നവർ അഹങ്കരിക്കാറുണ്ട്. ദാവീദിനെ കൊണ്ട് സാത്താൻ ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കുവാൻ പ്രേരിപ്പിച്ചു. വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിൻ്റെ രാജാവെന്ന അഹങ്കാരം ദൈവത്തിന് ഇഷ്ടപ്പെടുന്നില്ല. 3 മാസക്കാലം ശത്രുവിൽ നിന്നും ആക്രമണം ഈ ദാവീദിന് നേരിടേണ്ടി വന്നു. നമ്മൾ എവിടെയാണോ അഹങ്കാരം കാണിക്കുന്നത്, ഗർവം കാണിക്കുന്നത്, അവിടെ മുതൽ നമ്മുടെ ജീവിതം വീഴ്ചയാണ്. നാശത്തിന് മുമ്പേ ഗർവം കടന്നു വരുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, മറ്റുള്ളവരെ പുറംകാലം കൊണ്ട് തട്ടിക്കളയുവാൻ എളുപ്പമാണ്. അവരെ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഞാനെന്ന ഭാവം മാറ്റി എളിമയിലേക്ക് വരണം. യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തും പരീശന്മാരൊക്കെ മറ്റുള്ളവരെ നിസ്സാരമായി തട്ടിക്കളയുമ്പോഴും യേശു പാവപ്പെട്ടവരെയും ബലഹീനരെയും രോഗികളെയും നിരാലംബരെയും ചേർത്ത് പിടിക്കുകയാണ്. തൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നവരെയെല്ലാം യേശു കർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. ക്രിസ്തു യേശുവിലെ ഭാവം എന്ന് പറയുന്നത് അഹങ്കാരത്തിൻ്റെ ഭാവമല്ല, വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഭാവമാണ് ക്രിസ്തു യേശുവിലെ ഭാവം എന്ന് പറയുന്നത്. അഹങ്കരിക്കാൻ ശതാധിപന് ഒത്തിരി കാര്യമുണ്ടായിട്ടും യേശു എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് ഒരു യോഗ്യതയും ഇല്ല എന്നാണ് ശതാധിപൻ പറഞ്ഞത്. ഞാനും നിങ്ങളും എന്തെങ്കിലും ഇന്നായിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപയാണ്. അഹങ്കാരം ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിനോടൊപ്പം അവനിൽ പാപത്തിൻ്റെ വിത്തുകളെ മുളപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ അഹങ്കാരം നമുക്ക് വെടിയാമോ? ഞാനെന്ന ഭാവം വെടിയാമോ? നാശത്തിന് മുമ്പേ ഗർവം കടന്നു വരുന്നു. അതുകൊണ്ട് നമുക്കെന്ത് കഴിവുകളും നന്മകളും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് അഹങ്കരിക്കാനുള്ളതല്ല. ദൈവമേ, ഞാനൊന്നുമല്ല, ദാവീദിനെ പോലെ ശലോമോനെ പോലെയൊക്കെയും ദൈവസന്നിധിയിൽ താഴ്ത്തി നിന്റെ അനുഗ്രഹത്താൽ എൻ്റെ ഗൃഹം, അടിയൻ്റെ ഗൃഹം അനുഗ്രഹമായിരിക്കുന്നു. ഞങ്ങൾ നേടിയതും പ്രാപിച്ചതെല്ലാം എല്ലാം നമ്മെ വിട്ടുപോകുവാൻ ഒരു നിമിഷം മതി. അന്ത്യം വരെയും അടിയൻ്റെ ഗൃഹം അവിടുത്തെ സാക്ഷ്യമായി ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ദൈവം ഈ നോമ്പ് നാളുകൾ നിങ്ങൾക്ക് ധന്യമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ.
അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അഹങ്കാരം എല്ലാ ദോഷങ്ങൾക്കും കാരണമാണ്. നാശത്തിന് മുമ്പേ ഗർവം കടന്നു വരുന്നു. അപ്പാ, ഈ നോമ്പ് നാളുകളിൽ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ ഞാനെന്ന ഭാവമെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ മുൻപിൽ വിനയത്തോടെ, സഹനത്തോടെ, ക്ഷമയോടെ, സഹനത്തോടെ, എളിമയോടെ ജീവിക്കാനുള്ള കൃപ അവിടെ നൽകണമേ. എന്നുണ്ടെങ്കിലും ദൈവമാണെല്ലാം തന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ ഞങ്ങളിൽ ഒരിക്കലും അഹങ്കാരം കണ്ടെത്താതെ ക്രിസ്തയേശുവിലെ ഭാവം തിരിച്ച് വളരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ദാനം ചെയ്യും. ഇന്ന് ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാകണം. തങ്ങളുടെ കുറവുകളെ ഉണർന്ന് തിരുത്തി ഈ നോമ്പ് നാളുകളിൽ ക്രൂശിനോട് ചേരുവാൻ എല്ലാവരെയും സഹായിക്കും. ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണം. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.